ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് കുട്ടികളെക്കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായി നടക്കുന്ന പരിപാടിയുണ്ട് ഭിക്ഷാടനം. അതുകൂടാതെ മതപരിവർത്തനം, പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അംഗവൈകല്യം ഉണ്ടാക്കുക, അവയവങ്ങൾ കച്ചവടം ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ നമ്മൾ കാണുകയും വായിക്കുകയും ഷെയർ ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ 21 കുട്ടികൾ ബീഹാറിൽ നിന്ന് വന്ന് 21 കുട്ടികളെ കണ്ടെത്തിയെന്നു റെയിൽവേ സ്റ്റേഷനിൽ, പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിരുന്നു. അപ്പം നമ്മൾ ഇതിന് മുന്നേ 2014 ഇതുപോലെ 400 കുട്ടികളെ കിട്ടിയെന്നോ അതിന് മുന്നേയൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തകൾ വന്നു, അത് കഴിഞ്ഞു, തീർന്നു. നമ്മളത് വായിച്ചു, ഷെയർ ചെയ്തു, അല്ലെങ്കിൽ അത് സംസാരിച്ചു, 1-2 ദിവസം കഴിഞ്ഞു, അതിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇതിന് ശേഷം ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, ഇവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല. ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല, ആരും അതിനെപ്പറ്റി ആലോചിക്കുന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഉള്ള ഈ അന്നുള്ള വരുമാനത്തിന് ജോലി ചെയ്യുന്നവരുള്ള അന്നുള്ള ന്യൂസുകൾ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമാണ് നമ്മുടെ നാട്ടിലെ മീഡിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളാണ്, അവർ നമ്പർ 1 ആണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഈ ന്യൂസുകൾ, അതായത് ഒന്നിനും ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. നമുക്കൊരു ഫോളോ അപ്പ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഗവൺമെൻറ്റിനാവട്ടെ, ഗവൺമെൻറ് സംവിധാനങ്ങൾക്കാവട്ടെ, അവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, അവർക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എത്തുന്ന കുട്ടികളെ അവർ പാർപ്പിക്കുക, പിന്നെ ചൈൽഡ് ലൈൻ സെൻ്ററുകളുണ്ട്, അതിലേക്ക് കുട്ടികളെ മാറ്റി പിന്നീടുള്ള എല്ലാം ഗവൺമെൻറ്റാണ് ടേക്ക് ഓവർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഈ കുട്ടികളെ കൊണ്ടുവന്നതിൻ്റെ ഓണർഷിപ്പ്, അതുപോലെ മാതാപിതാക്കളുടെ സമ്മതപത്രം, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് സംഘടനയാണ് കൊണ്ടുവന്നത് ആ സംഘടനയ്ക്ക് അവർ കൈമാറുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്കറിയില്ല എക്സാക്റ്റ് എന്താണെന്നുള്ളത്. പക്ഷേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതൊന്നുമല്ല, നമ്മളിങ്ങനെ കുട്ടികളെ കൊണ്ടുവരുന്ന കാണുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കുട്ടികൾ എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, എന്തിനു ഇവർ വരണം? ബീഹാറിലെ 21 പേര്, അതിന് മുന്നേ ഛത്തീസ്ഗഡിൽ നിന്ന് അങ്ങാണ്ട് കൊണ്ടുവന്ന ആൾക്കാർ, ഇതൊക്കെ ഒരു കേരളത്തിലെ ഒരു സംഘടന, അതായത് ഓർഫനേജ് നടത്തുന്ന സംഘടന, പൊതുവെ പറയുകയാണെങ്കിൽ മുസ്ലിം സംഘടനകൾ കൂടുതൽ ചെയ്യുന്നത്, ക്രിസ്ത്യൻ സംഘടനകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ടുവരുന്ന ഈ മതം പഠിപ്പിക്കാൻ വേണ്ടിയാണോ, അതല്ല ഇവരെ എഡ്യൂക്കേഷൻ കൊടുക്കാനാണോ, അതല്ല അവരെ മറ്റാവശ്യങ്ങൾക്കാണോ, നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ഈ വാർത്ത വായിക്കുന്നു, കേൾക്കുന്നു എന്നല്ലാതെ ഇതിന് അപ്പുറം എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഈ കുട്ടികളുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. കാരണം ഇവർക്കൊരു സ്വന്തം പേരൻസിൽ നിന്നും വിട്ടു നിന്ന് ഒരു വേറെ സ്ഥലത്തെത്തി ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് ജീവിക്കേണ്ട അവസ്ഥ. ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുത്തോ നമുക്ക് പഠിപ്പിക്കാവുന്നേ ഉള്ളൂ. എന്തിനീ കുട്ടികളെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ പേരൻസിൽ നിന്നും പിടിച്ച് പറിച്ച് കൊണ്ടുവന്ന് സമ്മതപത്രം ഒപ്പിട്ടു എന്ന് പറയുന്നു? എന്തിനീ സമ്മതപത്രമൊക്കെ മേടിക്കേണ്ട ആവശ്യം? അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത്, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് കുട്ടികളെ താമസിപ്പിക്കും. ഇപ്പം നമുക്കറിയാം, നമുക്ക് കുട്ടികളുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ മാറ്റിയെടുത്തപ്പോൾ നമുക്കറിയാം എന്തെല്ലാം പ്രശ്നമാണ്. ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം, പേരൻസിനുണ്ടാകുന്ന വിഷമം, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്റ്റഡാണ്. അപ്പം ഇതൊന്നും നോക്കാതെ ഒരു കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങളെന്തോ സഹായം ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പേരൻസിൽ നിന്ന് കുട്ടികളെ മരുന്ന്, ഓക്കെ, ഒരു 10-15 വയസ്സ് കഴിഞ്ഞാൽ അവന് മനസ്സിലാവും, എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ കാര്യങ്ങൾ സ്വന്തമായിട്ട് നിൽക്കണം, ഇനി പഠിക്കണം, എനിക്ക് എൻ്റെ ജോലി വേണം, എൻ്റെ കരിയർ ഗ്രോത്ത് ചെയ്യണം എന്നൊക്കെ ഒരു 10-15 വയസ്സ് കഴിഞ്ഞാൽ ഒരു 10-15 വയസ്സിന് കുട്ടിക്ക് മനസ്സിലാവും. ഇതൊന്നുമല്ല, ഇതൊരു 7, 8, 6 വയസ്സുള്ള പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് ഒരു സംസ്ഥാനത്ത് നിന്ന് വേറെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിനൊന്നും ഒരു രേഖയില്ല, ഇതിനൊരു ഗവൺമെൻറ്റിനൊരു പോളിസി ഇല്ല. കുട്ടികളെ കൊണ്ടുവന്ന ചൈൽഡ് ലൈൻകാരെ ഏറ്റെടുക്കുന്നു, അവർ ഗവൺമെൻറ്റിലേക്ക് വരുന്നു. ഈ കുട്ടികളുടെ മാനസികാവസ്ഥ എന്നാ? സർക്കാർ ചെയ്യുന്നു, ഓക്കെ, ഞങ്ങളവരെ കണ്ടെത്തി ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങളവരെ ഞങ്ങളുടെ സേഫ് സെൻറ്ററിലേക്ക് മാറും. പക്ഷേ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ, ഇവരെ തിരിച്ച് പേരൻസിലേക്ക് എത്തിക്കാൻ എങ്ങനെ ഈ സംഭവം ഉണ്ടാകുന്നു? വെറുതെ അങ്ങ് കുട്ടികളുണ്ടായി വരുന്നതല്ലോ. ഇതിന് സിസ്റ്റം വേണ്ടേ? നമ്മളൊരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു നിയമം വേണ്ടേ? ഒരു നിയമമില്ല. നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് പ്രോപ്പർ കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ സമൂഹം ഇതിനു വേണ്ടി പ്രതികരിക്കുക. കാരണം ഇങ്ങനെ കുട്ടികളെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വേറെ സ്റ്റേറ്റിൽ പോയാലും, വേറെ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലേക്ക് വന്നാലും, ഇനി അങ്ങോട്ട് ഇൻറ്റർസ്റ്റേറ്റ് ചെയ്താലും, ഇപ്പോൾ UP നിന്ന് മധ്യപ്രദേശിൽ പോയാലും, മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്ര വന്നാലും, നമുക്ക് പ്രായപൂർത്തിയായ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവനത് അറിയാം, ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ ജീവിക്കണം, ഇന്നാണ് ചെയ്യേണ്ടത്, ഇന്ന ആൾക്കാരെ മീറ്റ് ചെയ്യണമല്ലോ. ഇത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരെ മതപരിവർത്തനം നടത്തിയാലാവട്ടെ, മതപഠനം നടത്തിയാലാവട്ടെ, എല്ലാവരും പഠിപ്പിക്കാനാവട്ടെ, അല്ലെങ്കിൽ എന്തിനും ആവട്ടെ, അങ്ങനെ കൊണ്ടുവരുന്ന പിള്ളേരെ എന്തിനു കൊണ്ടുവരണം?
നിങ്ങൾ കേരളത്തിലുള്ള ഒരു സംഘടന UP-യിലുള്ള അല്ലെങ്കിൽ ബീഹാറിലുള്ള ഒരു 10 കുട്ടികളെ സഹായിക്കുകയാണെങ്കിൽ അവിടെ സഹായിക്കുക. അവിടെ അവരുടെ പേരൻസിനെ കൂടെ നിർത്തി അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഫെസിലിറ്റി അവിടെ തന്നെ ഉണ്ട്. അവിടെ സ്കൂളുകളുണ്ട്, അവിടെ നിർത്തി പഠിപ്പിക്കും. ഇനി അവിടെ സ്കൂളുകളില്ലെങ്കിൽ ആ അടുത്തുള്ള ഏരിയയിൽ, അത് പേരൻസിന് പോയി വീക്കിലി കാണാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വീക്കിലി വീട്ടിലെത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് സംഘടന മുന്നോട്ട് വരും. അല്ലാതെ എന്തും ഏതിനും ജാതിയും മതവും മാത്രമാക്കി ജനസംഖ്യ കൂട്ടി അല്ലെങ്കിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് തമ്മിലടിക്കുക അല്ലെങ്കിൽ ജാതീയമായിട്ട് ഇങ്ങനെ ചിന്തകൾ വളർത്തും. ഈ കുഞ്ഞു മനസ്സാണ് ഒരു കുട്ടികളെന്ന് വെച്ചാൽ കുഞ്ഞു മനസ്സാണ്. ആ കുഞ്ഞു മനസ്സിലൊന്നും അറിയില്ല. നിഷ്കളങ്കമായിട്ടാണ് നമ്മൾ അവരുടെ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടാണ് ആ കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിഷ്കളങ്കമായ കുട്ടികളെ നമ്മൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അതിന് ഗവൺമെൻറ്റിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സ്വത്തായ കുട്ടികളെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഗവൺമെൻറ് തിങ്ക് ചെയ്യേണ്ട. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും ഈവൻ പഞ്ചായത്താണെങ്കിലും കുട്ടികൾ രാജ്യത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ അത് ഏത് പേരൻസിനുണ്ടാക്കട്ടെ, ഏത് ജാതി മതത്തിലുള്ള ആൾക്ക് ജനിച്ചോട്ടെ, അത് സ്വത്ത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെയാണ്, ആ രാജ്യത്തിൻ്റെയാണ്. അപ്പോൾ രാജ്യത്തിന് ഉത്തരവാദിത്തം വേണം. സ്വർണവും പണവും സെൻട്രൽ ബാങ്കും ടാക്സും കൊടുക്കുന്നത് മാത്രമല്ലല്ലോ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാക്സ് പിരിക്കലല്ലല്ലോ. ഈ കുട്ടികളെന്ന് പറയുന്ന സ്വത്തിനെ സംരക്ഷിക്കാൻ രാജ്യത്തിന് കഴിവില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പോരായ്മയാണ്, രാജ്യത്തിൻ്റെ പരാജയമാണത്. അപ്പോൾ ആ സ്വത്തെന്ന് പറഞ്ഞ ആ കുട്ടികളെന്ന് പറഞ്ഞ സ്വത്തിനെ സംരക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പോളിസീസ് ഉണ്ട്. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കുട്ടികൾക്ക് ഈ ഡേ കെയർ ആവട്ടെ മറ്റ് ഫെസിലിറ്റി എല്ലാം ഫ്രീ ആണ്. കാരണം അവരെ അത്രയും കെയർ ചെയ്ത് കൊണ്ടുവരികയാണ്. നാളത്തെ പൗരന്മാരെ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടി മുന്നോട്ട് വരേണ്ട ആൾക്കാരാണ്, പുതുതലമുറയാണ് ആ കുട്ടികളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ സ്ഥലം മാറി കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് അവരെ ഒന്നും അറിയാത്ത ഒരു ഏരിയ കൊണ്ട് നിർത്തി, ഒരു ലാംഗ്വേജും ഇല്ലാത്ത ആൾക്കാരെ കൂടെ നിർത്തി എങ്ങനെ കുട്ടികളിപ്പം ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളാകട്ടെ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി എന്താണ്, അവർക്ക് ഹിന്ദിയാണ് അറിയുന്നത്. അവർ വന്നിട്ട് ഇവിടെ മലയാളം പറയുക, അല്ലെങ്കിൽ അറബി പഠിക്കുക, അല്ലെങ്കിൽ ഖുറാൻ പഠിക്കുക, അല്ലെങ്കിൽ ഗീത പഠിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് പറ്റും? അല്ല ബൈബിൾ പഠിക്കുക, ഇപ്പോൾ എന്ത് പഠിക്കണം, ഏത് മതം പഠിക്കണമെങ്കിലാവട്ടെ ഇവരെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഒരു സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനത്ത് കൊണ്ടുവരുന്ന ഉദ്ദേശം എന്തിനാണ്? ഉദ്ദേശം വെച്ചാൽ മതം പഠിപ്പിക്കുക, അല്ലെങ്കിൽ മതത്തിൻ്റെ ഇത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇവരെ മതപരിവർത്തനം നടത്തിയിട്ട് പുതിയ തലമുറ അവരുടെ ജാതിയിലുള്ള ആളായിട്ട് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് ഒരു കുട്ടികളെ സ്ഥലം മാറ്റി കൊണ്ടുവരേണ്ടത്? അല്ലെങ്കിൽ പേരൻസ് കൊണ്ടുവിടണം. ഓക്കെ, പേരൻസ് ഇപ്പോൾ നമ്മളെ കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എല്ലാ പേരൻസും അവർ ചെയ്യുന്നത് എന്താണ്, ബോർഡിങ്ങിൽ വിട്ടാൽ ഈവൻ വീക്കെൻഡിൽ ഇപ്പോൾ അവർ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഈവൻ അറിയാമല്ലോ, ഇപ്പോൾ പലരും ഇപ്പോൾ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡോക്ടറോ പഠിക്കുക, അല്ലെങ്കിൽ ഈവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ വീക്കിലി വീട്ടിൽ വരും, അല്ലെങ്കിൽ മന്ത്ലി വൺസ് വരും. പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ 5, 6, 8, 10 വയസ്സുള്ള കുട്ടികളെ സ്ഥലം മാറ്റി കൊണ്ടുവന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വേറെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവർക്ക് തിരിച്ചു വരാൻ അറിയില്ല. ഇവർ എവിടുന്നാ വന്നതെന്ന് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ ഇത് എവിടെ നിൽക്കുന്നതെന്നോ ഏത് സ്ഥലമാണെന്നോ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള ഈ കുട്ടികളുടെ അവസ്ഥ. ഇന്ത്യയിലെ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നടത്തുന്ന ഓർഫനേജ്, കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഓർഫനേജിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കേണ്ട ആവശ്യകതയാണ്. കുട്ടികളെന്ന് പറയുന്നത് രാജ്യത്തിന് സ്വത്താണ്. നിങ്ങൾ അതിർത്തികൾ സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് രൂപ സൈനികർക്കും മറ്റുമായിട്ട് നമ്മൾ മുടക്കുന്നുണ്ട്, ആയുധം മേടിക്കുന്നു. ഇതുപോലെ തന്നെയാണ് കുട്ടികൾ, മറ്റൊരു സ്വത്താണ്. ആ സ്വത്തിനെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് ആവട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, ഈവൻ പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഈവൻ രാഷ്ട്രീയക്കാർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഇന്ന മതത്തിലൊരു സംഘടന ഇന്ന ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ മതം പറയുന്നു, അതേ മറ്റുള്ളവർ മതത്തെ കുറ്റം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിനെ കുറ്റം പറയുന്നു പറഞ്ഞിട്ട് അതിനെ എഗ്നിസ്റ്റ് ആവാതെ രാജ്യത്തിൻ്റെ സ്വത്തായ കുട്ടികളെ സംരക്ഷിക്കാനും അവർ ജീവിതത്തിന് അവർക്ക് നാളെ അവരുടെ കാര്യങ്ങൾ ശരിയാക്കാനുള്ള നിയമം എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവരേണ്ടതിൻ്റെ അത്യാവശ്യമായ ഒരു ആവശ്യകത എന്ന് വെച്ചാൽ അതിൻ്റെ സമയം കഴിഞ്ഞു. ഇപ്പം ഭാരതീയ ന്യായ സംഹിതയൊക്കെ വന്നു. ഇതിനൊന്നും കുട്ടികളെ പറ്റി പറയും. ഇപ്പോൾ ഓക്കെ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കാം. ഇതൊക്കെ എന്താണ്? ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഈ ഒരു ഗവൺമെൻറ്റും ഇല്ല. ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതൊക്കെ രാഷ്ട്രീയമായിട്ട് ചുമ്മാ വെച്ചേക്കുന്നതല്ലാതെ ഒന്നും പ്രോപ്പറായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ഒരു പ്രശ്നം വന്ന് സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തിയാൽ ഉടൻ തന്നെ ചാടി കയറി അതിന് ആക്ഷൻ എടുത്തിട്ട് DIG റിപ്പോർട്ട് തരണോ അല്ലെങ്കിൽ SP റിപ്പോർട്ട് തരണമെന്ന് പറയുന്നതല്ല. പിന്നെ ഇതിൻ്റെ ഒന്നും ഇല്ല, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കുന്നു. ഇപ്പം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ പൊതുവായിട്ടൊരു നിയമം വേണം കുട്ടികളെ സംരക്ഷിക്കാൻ. രാജ്യത്തിൻ്റെ സ്വത്ത് സെൻട്രൽ ബാങ്ക് നിങ്ങൾ സംരക്ഷിക്കുന്നു. റുപ്പിയുടെ ഏറ്റക്കുറച്ചുകൾ പരിഹരിക്കാൻ വേണ്ടി ലോണിൻ്റെ അനുവദിച്ചു എന്ന് പറയുന്ന പോലെ രാജ്യത്തിൻ്റെ സ്വത്തായ കുട്ടികളെ സംരക്ഷിക്കാൻ ഒരു നിയമം എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടതാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റിൽ കുട്ടികളെ കൊണ്ടുവന്നതിന് പ്രത്യേക നിയമം വേണം. കുട്ടികളെ ഇത്ര സമയത്തിനുള്ളിൽ മാതാപിതാക്കളെ കാണിക്കാനുള്ള നിയമം വേണം. അതുപോലെ കുട്ടികൾക്ക് അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കൗൺസിലിംഗ്, അവരെ വീക്കിലി എങ്കിലും ഒരു തവണ കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ താമസിക്കുന്നത്, ഇവൻ എത്തിങ്കാനയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പള്ളി താമസിക്കുന്നതായിട്ടെ, അല്ലെങ്കിൽ അമ്പലത്തിൽ, എവിടെ ആരാണോ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഇത് നടത്തുന്നത്, ഏത് സമൂഹമാണോ നടത്തുന്നത്, ഏത് മതക്കാർ നടത്തുന്നത്, അവർ അണ്ടറിലുള്ള ഇങ്ങനെ ഓർഫനേജുകളിലുള്ള കുട്ടികൾ അവരെന്താണ് പഠിക്കുന്നത്,
താമസിക്കുന്നത്, അവരെ എന്താണ് പഠിപ്പിക്കുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, എന്തൊക്കെയാണ് അവർ ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം, ഗവൺമെൻറ് സംവിധാനം അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ നെഗറ്റീവായിട്ട് ജീവിച്ചു വരുന്നതാണ്. ഇപ്പം എല്ലാവരും നമുക്ക് പറയാം, ഇപ്പോൾ എത്തിങ്ങാനുള്ള അല്ലെങ്കിൽ ഓഫനെ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഉള്ള പിള്ളേരാണ് മോശമായിപ്പോന്നതല്ല. കാരണം ഇവർക്ക് ഒരു മാനസികമായ ഒരു സംഭവം അവർക്ക് കുട്ടികൾക്ക് വേണമല്ലോ, കുട്ടികളല്ലേ. അപ്പോൾ അവർ മാനസികമായിട്ട് കയറി വന്നാൽ മാത്രമാണ് നാളെ അവൻ ഒരു നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടായി അവന് നാളെ 2 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അവനൊരു സ്വന്തമായിട്ട് ജോലി കിട്ടി അവൻ രക്ഷപ്പെട്ടാൽ അവനോ അവൻ്റെ ഫാമിലിക്കോ അത് പ്രയോജനം ലഭിക്കും, അത് രാജ്യത്തിനും പ്രയോജനം ലഭിക്കും. അല്ലാതെ പലരും എന്തെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് പൊക്കോട്ടെ, ഞങ്ങൾക്ക് ക്യാഷ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് പൈസ തരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പേരൻസ് ഞങ്ങളുടെ കുട്ടികളെ വിട്ടുകൊടുത്തതെന്ന് പറഞ്ഞ് കൈ എഴുതുന്ന പേരൻസും ഉണ്ട്. കാരണം ബുദ്ധിമുട്ട് കാരണം ഇവർ കുട്ടികളെ ഒഴിവാക്കുന്ന പേരൻസും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ ഈവൻ സർക്കാർ സ്കൂളുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട്, ഒരു ഇത്രയും നമ്മൾ $1,000,000 ഈവൻ പുഴ വൃത്തിയാക്കാനും നദി വൃത്തിയാക്കാനും അതിർത്തികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഫണ്ട്, ഈവൻ രാഷ്ട്രീയക്കാരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഫണ്ട് ചിലവാക്കുന്നുണ്ട്. അതിനൊരു ചെറിയൊരു ഫണ്ട് ഓരോ ഗവൺമെൻറ്റും അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തി അതിനുവേണ്ടി മുന്നോട്ട് കൊണ്ടുവരേണ്ട വളരെ ആവശ്യമാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം രാജ്യത്തിൻ്റെ സ്വത്താണ് കുട്ടികളാണ് ഒരു രാജ്യത്തിൻ്റെ സ്വത്ത്. അത് അവരെ സംരക്ഷിക്കാനുള്ള അവകാശം, അധികാരം, അല്ലെങ്കിൽ ആ ഒരു എന്തു പറയുക, അതിനൊരു മുന്നോട്ട് വരേണ്ടത്, ആ ഒരു ആധികാരികതയോടെ മുന്നോട്ട് വരേണ്ടത് അതായത് സംസ്ഥാന ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാര്യം തീരുമാനം ഉണ്ടാക്കുക. ഇനി ഇതുപോലുള്ള വാർത്തകൾ വരാതിരിക്കാൻ. അതുപോലെ ഇവരുടെ പേരൻസ് ആരാണെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴും പലയിടത്തും ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്, പല സ്റ്റേറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ കൊണ്ടുപോകുന്നതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നും എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്നും ഒന്നും ഒരു എന്താ പറയുക, അത് വാർത്ത വന്നു ഫ്ലാഷ് ന്യൂസായി പോയി എന്നല്ലാതെ വേറൊന്നുമില്ല. എനിവേ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സർക്കാരുകൾ കുറച്ചുകൂടെ അധികാരമായി വർക്ക് ചെയ്യും, അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം. പോലീസും ഇതിന് ഫുൾ അവർ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിവേ ഈ കുട്ടികളുടെ മനസ്സാണ്, ഞാൻ പറയാം, രാജ്യത്തിൻ്റെ സ്വത്താണ്. ആ സ്വത്ത് സംരക്ഷിക്കാൻ രാജ്യം തയ്യാറാവണം.